സാറേ, ചേലക്കരയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ രമ്യ ഹരിദാസും പ്രദീപും തമ്മിലായിരുന്നു പ്രധാനപ്പെട്ട മത്സരം. നമുക്കറിയാം, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ അത് സംസ്ഥാന രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ആ ഭരണത്തെ ജനസമ്മതി എങ്ങനെയാണ് ആ ഭരണത്തിന് എന്നുള്ളത് അറിയാനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കാം. രണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കൊരു തിരുത്തലിനുള്ള അവസരമായി വേണമെങ്കിൽ അതിൻ്റെ വിജയം അവിടെ നിൽക്കട്ടെ, പരാജയം അതിനെ ആ തരത്തിൽ കാണാം. ഇവിടെ ചേലക്കര പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത് അവിടെ ഇടതുപക്ഷം തോൽക്കുകയാണെങ്കിൽ, അതായത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ ഇടതുപക്ഷം തോൽക്കുകയാണെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഇനി കുറച്ച് നാളുകൾ കൂടെ കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതായത് ഈ ഭരണകൂടത്തോടുള്ള ജനത്തിൻ്റെ സമീപനത്തിൽ മാറ്റം വന്നിട്ട് ഒരു ഇടതുപക്ഷ മണ്ഡലത്തിൽ പരാജയപ്പെട്ടാൽ അത് UDFനുള്ള ഗ്രീൻ സിഗ്നലല്ലേ, ഈസി ആയിട്ട് അവർ ജയിച്ചു കയറും എന്നുള്ളത് അടുത്ത പ്രാവശ്യം. ചേലക്കരയിൽ CPM-ഉം കോൺഗ്രസും മാത്രമല്ല മത്സരം, BJP-യുടെ മത്സരം സ്ഥാനാർത്ഥി നല്ല പ്രധാന മത്സരം അതുകൊണ്ട് നിർണായകമാണ്. നിർണായകം എന്ന് പറഞ്ഞാൽ വോട്ട് കുറച്ച് മാറും. ഈ UR പ്രദീപ് കുമാർ 2016 മത്സരിച്ച് വിജയിക്കുമ്പോൾ 10,200 വോട്ടിൻ്റെ ഭൂരിപക്ഷം. 2021 രാധാകൃഷ്ണൻ മത്സരിച്ച് വിജയിച്ചപ്പോൾ 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. രാധാകൃഷ്ണൻ്റെ ഫേസ് വേറൊന്നാണ്. അതെ 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 രാധാകൃഷ്ണൻ്റെ പ്രൊഫൈൽ അങ്ങനെയാണ്, അതിന് കിട്ടിയതാണ്. രാധാകൃഷ്ണൻ ഇപ്പോൾ ആലത്തൂർ വിജയിച്ചത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ പാർലമെൻറ്റിൽ പോയി ഒരു കനൽത്തരി അങ്ങ് കിടന്നങ്ങ് കത്തിക്കയറട്ടെന്ന് വിചാരിച്ചോ? ഒന്നുമല്ല, രാധാകൃഷ്ണനോടുള്ള സ്നേഹം, ഇഷ്ടം. എന്നിട്ട് ആ രാധാകൃഷ്ണൻ തന്നെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കിട്ടിയത് 5,000-ലധികം വോട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അത് UR പ്രദീപ് കുമാറിന് അനുഭവിക്കേണ്ടി വരും. വെള്ളം കുടിക്കും. പ്രദീപ് കുമാറാണ് ഉള്ളതിൽ വെച്ച് CPM-ൻ്റെ ഒരു ഇമേജുള്ള, രാധാകൃഷ്ണൻ കഴിഞ്ഞാൽ ഒരു ഇമേജുള്ള ഒരു സ്ഥാനാർത്ഥി. അതുകൊണ്ടാണ് നിർത്തിയത്. അതിലാണ് ഒരു ചെറിയ പ്രതീക്ഷ നിൽക്കുന്നത്. രമ്യ ഹരിദാസ് ആയതുകൊണ്ടും ഈ CPM-ന് അമിത പ്രതീക്ഷയുണ്ട്. കാരണം രമ്യ ഹരിദാസ് ഈ നിയമസഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ രാധാകൃഷ്ണനോട് പരാജയപ്പെട്ടിട്ട് ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുകയാണ്. 2019 അവിടെ നിന്ന് ആലത്തൂരിൽ നിന്ന് പോയിട്ട് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിന് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ലെന്ന് പരക്കെ പരാതി ഉണ്ട്. അതുകൊണ്ട് ചേലക്കരക്കാരെങ്ങനെ എടുക്കും എന്നുള്ളതും നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ട് ഇതൊരു വനിതയും കൂടിയാണല്ലോ, അതുകൊണ്ട് രമ്യയ്ക്കൊരു പോസിറ്റീവാണ്. ഈ പിണറായിക്കെതിരെ ഇങ്ങനെ ആൾക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നാ രമ്യയ്ക്ക് വോട്ട് ചെയ്തേക്കാം, അങ്ങനെ ചിന്തിച്ചുകൂടായില്ല. അങ്ങനെ അവിടെ വോട്ട് മാറിയിട്ടുണ്ട്, പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അതും CPM-ന് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം പ്രശ്നമാകുന്നുണ്ട്. അവിടുത്തെ ബാലകൃഷ്ണനാണ് എന്ന് പറയുന്ന ആളാണ് BJP. അദ്ദേഹം തിരുവല്ലാമല പഞ്ചായത്തിൽ BJP-യുടെ ഭരണം പിടിക്കുന്നതിൽ വലിയ നായകത്വം വഹിച്ച ആളാണ്. ആ മണ്ഡലത്തിൽ വലിയ അല്പം ഇമേജുള്ള ആളാണ്. ഓരോ തവണയും BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ CPM-ന് തിരിച്ചടി ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് ഹൈന്ദവ വോട്ടുകൾ അവിടെ നിന്ന് CPM-ൽ നിന്ന് അകലുകയും ചെയ്യുന്നുണ്ട്. ഒരു മുസ്ലിം പ്രീണനം പിണറായി വിജയൻ ഏറെക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴ് ഒരു തിരുത്തൽ വരുത്തിയിട്ടുണ്ട്, മുസ്ലിങ്ങളെ അകറ്റി നിർത്തുന്ന രീതിയിൽ. അതാണ് വയനാട്ടിൽ പോയി പ്രസംഗിച്ചത്. പക്ഷെ അത് കൃത്യമായി ജനം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അവസരത്തിന് വേണ്ടി മുസ്ലിങ്ങളെ ചേർത്ത് നിർത്തുക, പിന്നീട് അകറ്റി നിർത്തുക, അവരെ വോട്ട് കിട്ടത്തില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പതുക്കെ ഹൈന്ദവരെ ചേർത്ത് നിർത്തുന്ന രീതിയിലുള്ള പ്രസംഗമാണൊക്കെ വയനാട്ടിൽ നടത്തിയത്. അത് ജനം തിരിച്ചറിഞ്ഞു, അത് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പ്രദീപ് കുമാറിന്, CPM-ന് അവിടെ പരാജയം സംഭവിക്കും. രമ്യ ജയിക്കുന്നുണ്ടെങ്കിൽ വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാകത്തില്ല. ഇനി പ്രദീപ് കുമാർ ജയിച്ചാൽ പോലും ഭൂരിപക്ഷം വളരെ കുറവായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. BJP വോട്ട് വിഹിതം
കൂട്ടുകയും ചെയ്യും. BJP ഓരോ സമയവും അത് ആലത്തൂരിൽ BJP പാർലമെൻറ്റ് സ്ഥാനാർത്ഥി സരസു ആയിരുന്നു. ഈ സരസുവാണ് പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളായിട്ട്. അന്ന് SFIക്കാരൊക്കെ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. SFI പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത കോളേജൊന്നും ഇല്ലല്ലോ, കാരണം പിണറായിയുടെ വീരസന്തതികളല്ലേ. അപ്പോൾ സരസു ഇവിടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ. ഇതൊക്കെ പിന്നെ ഇവർക്ക് CPMന് അടിയാണ്. CPMന് അല്പം ഭയമുണ്ട് ഇപ്പോൾ, കാരണം ഒരു സീറ്റ് പോകുമേ. അതെ, ഒരു സീറ്റ് പോയെന്ന് വിചാരിച്ച് ഭരണമൊന്നും ഇവിടെ പോകാൻ പോകുന്നില്ല. അതല്ല, ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ എല്ലായിടങ്ങളിലും ഉണ്ട് എന്നാണല്ലോ കണക്ക്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 110 UDF ആണ് ലീഡ്. അത് കോൺഗ്രസിൻ്റെ ഒരു വലിയ അമിത പ്രതീക്ഷയാണ് കേട്ടോ. പക്ഷേ അത് വരുമ്പോൾ രണ്ടിടത്തും രണ്ട് പാറ്റേണാണ്. അതെ, പാറ്റേൺ എന്ന് പറഞ്ഞാലും പക്ഷേ ഇതിങ്ങനെ നിൽക്കുകയാണ്. പിണറായി വിരുദ്ധ തരംഗം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷയൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സന്ദീപ് വാര്യർ BJPയിൽ സ്പേസ് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസിലേക്ക് അങ്ങ് ചാടിയത്. CPMനെ ചർച്ചയിലുമൊക്കെ വളരെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് തന്നെയാണ് അതിലേക്ക് പോകാത്തത്. ഇവിടെ നല്ല ഓഫറൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് വേറെ കാര്യം, അത് നടക്കട്ടെ. അങ്ങനല്ലേ ഒരാൾ മറുകണ്ഠം ചാടി വരികയുള്ളൂ. അതെ. അപ്പോൾ അങ്ങനെ ഇത്രത്തോളം കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞതുപോലെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് സാധാരണ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ്സുകാർ തമ്മിത്തല്ലും ഗ്രൂപ്പിസും ഒക്കെ ഉണ്ട്. ചേലക്കരയിൽ ആ പ്രശ്നമില്ല. കോൺഗ്രസ്സിനകത്ത് എല്ലാവരും ഒരുമയോടുകൂടി നിൽക്കുന്നു, ഐക്യത്തോടുകൂടി നിൽക്കുന്നു. അതും രമ്യ ഹരിദാസിന് ഒരു അനുകൂല ഘടകമായി മാറാനുള്ള സാധ്യതയും നിൽക്കുകയാണ്. പക്ഷേ ആര് വിജയിച്ചാലും ഭൂരിപക്ഷം അവിടെ കുറയും എന്നുള്ളത് ഉറപ്പാണ്. രമ്യ ജയിക്കുന്നു എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിനൊരു വലിയ മൈലേജിലേക്ക് പോവുകയാണ്. CPM ആണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. പക്ഷേ പിണറായി വിജയൻ അഹങ്കരിക്കും. എൻ്റെ ഭരണത്തുടർച്ചയ്ക്കൊരിക്കൽ കൂടെ അംഗീകാരമാണ്, ഇവിടെ ഫാസിസമാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് കൊട്ടിഘോഷിക്കാനായിട്ട് അദ്ദേഹവും മരുമോനും കൂടെ ഇറങ്ങും. പിന്നെ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നുള്ളതും ഉറപ്പാണ്. കോൺഗ്രസിൻ്റെ ഇപ്പം ഈ സന്ദീപ് വാര്യർ ഇതിനിടയ്ക്കായിരുന്നു, ഇപ്പോഴായിരുന്നു, അതിന് ഈ ചേലക്കരയ്ക്ക് മുമ്പായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുമ്പാണ് പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന് ചിലപ്പം അതും ഒരു അനുകൂല ഘടകമായി മാറിയേനെ എന്നുള്ളതാണ്. ഇത് നമ്മൾ പാലക്കാട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുമെന്നുള്ളതാണ്. ഇനി പാലക്കാടും കോൺഗ്രസ് ജയിച്ചു, ഇവിടെ CPM ജയിച്ചു, ഒന്നുമില്ല, സമനില, 1-1 കോൺഗ്രസ് അവിടെ BJP ഉള്ളതുപോലെ നിർത്തി, അത്രയേ ഉള്ളൂ. ഇത് രണ്ടും പാലക്കാട് കോൺഗ്രസിന്റെ സീറ്റാണ്, ചേലക്കര CPMന്റെ സീറ്റുമാണ്. CPM അവിടെ ജയിച്ചു, പാലക്കാട് കോൺഗ്രസ് ജയിച്ചാൽ ഒന്നും പ്രശ്നമില്ല, രണ്ടുപേരും സമനിലയിൽ തന്നെ പിരിഞ്ഞു എന്നുള്ളതാണ്. രണ്ടുപേരും ചോദിച്ചു വാങ്ങിച്ച തെരഞ്ഞെടുപ്പാണിത്. ഇത് ചേലക്കരയിൽ CPM തോറ്റു കഴിഞ്ഞാൽ പിണറായിക്ക് ഒരു അടി കൂടെ കിട്ടുന്നുണ്ട്. പാർട്ടി സമ്മേളനം നടക്കുന്ന സമയമാണ്. രാധാകൃഷ്ണനെ ഒതുക്കാൻ വേണ്ടി ഉള്ളതായിരുന്നു. രാധാകൃഷ്ണൻ മനസ്സോടാണ് മത്സരിച്ചത് തന്നെ. അതെ, രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എതിർ അഭിപ്രായമൊന്നും പറയത്തില്ല, പാർട്ടിയെ അനുസരിക്കും, പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ തന്നെ. അദ്ദേഹത്തിന് പിന്നെ അധികാരത്തിൻ്റെ ലഹരി ഒന്നുമില്ലാത്ത ആളാണ്. അപ്പോൾ ചേലക്കര വളരെ നിർണായകമായി മാറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.